ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. സാധാരണ നമ്മൾ ചെയ്യുന്ന സ്കിൻ കെയർ, ഹെയർ കെയർ പാക്ക് അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇതുപോലെ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകൾ കാണും. എന്നിരുന്നാലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. നമ്മൾ ഔട്ട്സൈഡൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഫേസിൽ ഒരു ടോണർ യൂസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം അവൈലബിൾ ആയിട്ടുള്ള റോസ് വാട്ടറാണ് എടുക്കുന്നത്. ഈ റോസ് വാട്ടർ വെച്ചിട്ട് നമുക്ക് ഒരു കോട്ടണിൽ ഈ റോസ് വാട്ടർ എടുത്തിട്ട് നമ്മുടെ ഫേസ് നല്ലതുപോലെ വൈപ്പ് ചെയ്യാം. നല്ല പ്യുവർ ആയിട്ടുള്ള റോസ് വാട്ടർ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം. നമുക്ക് ഈ റോസ് വാട്ടർ ഉപയോഗിച്ച് നല്ലതുപോലെ നമ്മുടെ ഫേസ് വൈപ്പ് ചെയ്യാം. നമ്മുടെ ഐസിൻ്റെ അണ്ടറിലും അതുപോലെ ഫേസിൽ നന്നായിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ റോസ് വാട്ടർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ലതുപോലെ വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ ക്ലീൻ ആകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഓപ്പൺ പോർസ് ഒക്കെ അത്യാവശ്യം ഒന്ന് മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. ടോണർ യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് നല്ലതുപോലെ വൈപ്പ് ചെയ്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് നമുക്കതൊന്ന് ഡ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ഫേസിൽ നല്ലതുപോലെ അത് ഡ്രൈ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരു മോയ്സ്ചറൈസറാണ്. ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവുന്നതാണ്. അലോവേര ജെല്ല് നമുക്ക് ലൈറ്റായിട്ടൊരു പ്രൈമറിൻ്റെ എഫക്റ്റ് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അലോവേര ജെല്ല് എടുക്കുന്നത്. ഈ അലോവേര ജെല്ല് ഫുള്ളായിട്ട് ഡോട്ടായിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഞാൻ ഫേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ക്രീം, ഫൗണ്ടേഷൻ എന്ത് തന്നെയായാലും നമ്മുടെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യുക. അങ്ങനെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മേക്കപ്പിന് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുകയുള്ളൂ. നമ്മുടെ ഫേസിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നോ അത് നമ്മുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഫേസിനും നെക്കിനും 2 കളറായി പോകും. ഇപ്പോൾ നമ്മൾ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പ്രസൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടിയുടെ ക്രീമാണ്. ഓൾറെഡി നമ്മൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ മേക്കപ്പ് ലുക്കിന് ഫൗണ്ടേഷനോ കോമ്പാക്ട് പൗഡറോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ലെന്ന്. കാരണം ഇത് നമ്മൾ സിമ്പിളായിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പ്രസൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന ഡേ ക്രീമാണ്. നിങ്ങൾക്കിതിനു പകരം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഡേ ക്രീം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത ആ സെയിം വെയിൽ തന്നെ ഈ ക്രീം ഡോട്ടായിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾക്ക് ഈ പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫെയർ ആൻഡ് ലവ്ലി ആയിക്കോട്ടെ, ഗാർണിയർ ആയിക്കോട്ടെ, ഏത് തന്നെ ഡേ ക്രീം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫേസിൽ നല്ലതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പുറത്ത് പൗഡറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കാരണം ഇവിടുത്തെ ക്ലൈമറ്റ് വെച്ച് ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അത്യാവശ്യം ഡ്രൈ ആണ്. അതുകൊണ്ട് ഒട്ടും തന്നെ സ്വെറ്റ് ആവത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ പൗഡർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പൗഡർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ബേസ് ആയിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഐബ്രോസ് ആണ്. നിങ്ങളുടെ ഐബ്രോസ് ഒരുപാട് തിക്ക് ആൻഡ് ഡാർക്ക് ആണെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കണമെന്നില്ല. അതിന് പകരം ഐബ്രോസ് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഐബ്രോസിൻ്റെ ആ ലാസ്റ്റ് പാർട്ട് മാത്രമാണ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഐബ്രോസ് സ്റ്റാർട്ട് ചെയ്യുന്ന പാർട്ടിൽ നിന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഐബ്രോസ് ഒരുപാട് അങ്ങ് ആർട്ടിഫിഷ്യൽ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ആ ലാസ്റ്റ് പാർട്ട് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
എപ്പോഴും നമ്മൾ ഐബ്രോ പെൻസിൽ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഐബ്രോസ് ആ ഗ്രോത്ത് ചെയ്യുന്ന ഹെയറിൻ്റെ ആ മുകളിലോട്ടായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഫില്ല് ചെയ്തിരിക്കുന്ന ഐബ്രോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, കാരണം അവിടെ നിന്ന് നന്നായിട്ട് വെട്ടമടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൊവ്വിനത് എത്രത്തോളം ഫില്ലായിട്ടുണ്ടെന്ന് കാണാൻ കഴിയുന്നില്ല. ഞാൻ ജസ്റ്റ് ആ കർട്ടൺ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് നല്ലതുപോലെ കാണിച്ചു തരാം. എൻ്റെ ഐബ്രോയ്ക്ക് ചെറിയൊരു വെട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവിടം കൂടി ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ആ നെക്സ്റ്റ് ഐബ്രോയും കൂടെ ഒന്ന് നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ 2 ഐബ്രോസും നല്ലതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഐ സെക്ഷനാണ്. അതിനായിട്ട് നമുക്ക് നമ്മുടെ കണ്ണ് കാജൽ യൂസ് ചെയ്തൊന്ന് എഴുതി കൊടുക്കാം. ഞാനിവിടെ ഹിമാലയയുടെ കാജലാണ് എടുത്തിരിക്കുന്നത്. കാജൽ എഴുതുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഡാർക്കായിട്ട് എഴുതേണ്ടവർക്ക് നല്ല ഡാർക്കായിട്ട് എഴുതാവുന്നതാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 ഐസിലും നല്ലതുപോലെ കാജൽ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഔട്ടർ ഐസ് ഫില്ല് ചെയ്യാനായിട്ട് ഐലൈനറാണ്. ഐലൈനർ ലൈറ്റായിട്ട് എഴുതേണ്ടവർക്ക് ലൈറ്റായിട്ട് എഴുതാം, നല്ല തിക്കായിട്ടുള്ളവർക്ക് തിക്കായിട്ട് എഴുതാം. നമ്മളിവിടെ ഐ സെക്ഷനിൽ കാജലും ഐലൈനറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, മസ്കാരയൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഇതിപ്പോൾ ഐലൈനറും കാജലും ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഐലൈനറും കാജലും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. മസ്കാര വേണ്ടവർക്ക് മസ്കാര കൂടി യൂസ് ചെയ്യാവുന്നതാണ്. മസ്കാര കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഐലൈനർ യൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഒരു ലിപ് ക്രയോൺ യൂസ് ചെയ്ത് നമ്മുടെ ലിപ്പ് കൂടി ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുവേ ലിപ് ക്രയോണോ അതല്ലെങ്കിൽ ലിപ് പെൻസിലോ യൂസ് ചെയ്യാറുള്ളൂ, ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാറില്ല. ഇത് നമ്മളൊരു പീച്ച് മാഗ്നറ്റ് ഷെയ്ഡിൻ്റെ ലിപ് ക്രയോണാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം നമ്മുടെ ലിപ്പിൻ്റെ അതേ ഷെയ്ഡ് തന്നെയാണ് ഇത്. ഇപ്പം നമ്മൾ ആ ലിപ്പ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കാണാം ഏകദേശം നമ്മുടെ ലിപ്പിൻ്റെ ആ സെയിം ഷെയ്ഡ് തന്നെയാണിത്. നമ്മൾ ക്രയോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലിപ്പ് ഒരുപാട് അങ്ങ് ഡ്രൈ ആകത്തുമില്ല. അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത ഒരു എഫക്റ്റ് വരുത്തുമില്ല. ഇപ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഫുൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹെയർ കൂടി ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഹെയർ സ്റ്റൈൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഔട്ട്സൈഡൊക്കെ പോകുമ്പോൾ ഒരുപാട് ഹെയർ അങ്ങ് അഴിച്ചിടാതെ നമുക്ക് നല്ലതുപോലെ ടൈ ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഞാനിപ്പം ഹെയർ ചെയ്യുന്നത്. നമ്മുടെ ഹെയറിൻ്റെ കുരുക്കൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് നമുക്ക് ബാക്കിലോട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇയറിൻ്റെ 2 സൈഡിൽ നിന്നും എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഇയറിൻ്റെയും ലെഫ്റ്റ് ഇയറിൻ്റെയും 2 സൈഡിൽ നിന്നും നമുക്ക് കുറച്ച് ഹെയർ മുകളിലേക്ക് എടുക്കാം. അതിനുശേഷം ഈ 2 സൈഡിൽ നിന്നും എടുത്ത ഹെയറിൻ്റെ മിഡിലുള്ള ഹെയർ നമുക്ക് മുകളിലേക്ക് കോംബ് ചെയ്തെടുക്കാം, ഇതുപോലെ. അതിനുശേഷം നമുക്ക് ജസ്റ്റ് അത് നല്ലതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് ബാക്കിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലെ ഹെയർ എത്രത്തോളം പൊങ്ങിയിരിക്കണോ അതോ നല്ലതുപോലെ ഒതുങ്ങിയിരിക്കണോ അതനുസരിച്ച് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ടിക് ടാക്ക് ക്ലിപ്പോ അതല്ലെങ്കിൽ ഹെയർ പിന്നോ യൂസ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എൻ്റെ ഹെയറിൻ്റെ അതനുസരിച്ച് അത്യാവശ്യം കുറച്ച് ഹെയറിൻ്റെ ഫ്രണ്ട് ഒന്ന് പൊക്കിയതിന് ശേഷം ഹെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ടുള്ള ലോങ് ഹെയർ ഞാനൊരു പോണിറ്റെയിൽ കെട്ടുന്നത് പോലെ എല്ലാം കൂടി ബാക്കിലേക്ക് എടുത്തതിന് ശേഷം ഒരു ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കതല്ലെങ്കിൽ ഹെയർ ഫുള്ളായിട്ട് പിന്നെ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അഴിച്ചിടണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്.
ഇപ്പോൾ നമ്മുടെ ഹെയർ ബാക്കിൽ നമ്മൾ ഫുള്ളായിട്ട് പോണിറ്റെയിലായിട്ട് കെട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഹെയർ ഫേസിൽ ഒരുപാട് അങ്ങ് പമ്മി ഇരിക്കാതിരിക്കാൻ നമ്മുടെ ഹെയറിൻ്റെ 2 സൈഡിൽ നിന്നും കുറച്ച് ഹെയർ നമുക്ക് പിടിച്ച് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.